ഓ ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അന്തർശൗര്യയജ്ഞത്തിന്റെ 303 ഭാഗത്തേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ പ്രേംസായി കാഞ്ഞങ്ങാടാണ്. നമുക്ക് വേണ്ടി വായിക്കുന്നതും പാടുന്നതും ശ്രീമതി ഡോക്ടർ ആരതി ശങ്കറാണ്. ആരതി 3 പ്രാവശ്യം ഓങ്കാരവും 3 പ്രാവശ്യം സായി ഗായത്രിയും പറഞ്ഞ ശേഷം വായിച്ചോളൂ. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റിയാൽ നന്നായിരിക്കും. സായിരാം. നെറ്റ് പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ. സായിരാം. ആരതിനെ കാണുന്നില്ല, ഇപ്പം ഡിസ്കണക്ട് എവിടെ ആയിട്ടുണ്ട്. പോയി ഡോക്ടർ ആരതി? കാണുന്നില്ല. ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. ഞാൻ ഒന്ന് വിളിക്കട്ടെ, ഒരു മിനിറ്റ്. ഉണ്ടായിരുന്നു. അവരവിടെ നെറ്റ് പ്രോബ്ലം ഉള്ള സ്ഥലമാണ്. പ്രേംസായി നോക്കൂ, എവിടെ പോയിന്ന്. ഞാൻ വിളിക്കണ്ട്. കണ്ണ ഒന്ന് വിളിച്ചു നോക്കൂ. അത് അറിയാണ്ട് റിമൂവ് ആയി പോയി തോന്നുന്നു. ഇപ്പൊ ജോയിൻ ചെയ്യും. അത് ജോയിൻ ചെയ്തു. അത് റിമൂവ് ആയി പോയി തോന്നുന്നു. നെറ്റ് പോയതാണോ അല്ലേ? അല്ല, റിമൂവ് ചെയ്ത ആരെ വീഡിയോ കോൾ ചെയ്തപ്പോൾ ഞാൻ റിമൂവ് ചെയ്തപ്പോ ആരതിനായിട്ട് റിമൂവ് ചെയ്തത്. സോറി. ഇപ്പൊ ജോയിൻ ചെയ്തു. ആദ്യം സ്റ്റാർട്ട് ചെയ്തോളൂ. സായിരാ 3 ഓങ്കാരം തുടങ്ങി. വരുമോ? വന്നു. വരാൻ പറ്റുമോ? സായിരാം. ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि
तन्नः सर्वः प्रचोदयात्। ॐ शान्ति शान्ति शान्तिः. സ്റ്റാർട്ട് ചെയ്യട്ടെ വത്സലമ്മ? ഓക്കെ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. വൈദേഹി സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വീരാസനേ സുസ്ഥിതം. അഗ്രേ വാചയതി പ്രപഞ്ചനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാദിഭിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം. Om Shri Sairam. Humble pranams to the lotus feet of beloved Bhagwan. ഇന്ന് നമ്മള് രാമകഥാരസവാഹിനിയുടെ 13ാമത്തെ അധ്യായമായ വനയാത്ര ആരംഭിക്കുന്നു എന്നതാണ് വായിക്കാൻ പോകുന്നത്. അപ്പോ ഞാൻ അതിന്റെ സംഗ്രഹം പറയാണ്. കൈകേയിക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളിൽ ദുഃഖിച്ച് അത്യധികം സങ്കടത്തോടെ അബോധാവസ്ഥയിൽ കിടന്നിരുന്ന ദശരഥ മഹാരാജാവിനെ മന്ത്രി സുമന്ത്രർ എഴുന്നേൽപ്പിച്ചു. രാമലക്ഷ്മണന്മാർ സീതാസമേതം അദ്ദേഹത്തെ കാണാനായി വന്നിട്ടുണ്ടെന്ന വിവരം അറിയിക്കുകയാണ്. രാമൻ സ്നേഹവായ്പോടെ സംസാരിച്ചപ്പോൾ ദശരഥൻ അത്യധികം ദുഃഖിതനായി. മനസ്സിലെ വേദന അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ചു. പിതാവിന്റെ ദുഃഖം കണ്ട് സീതാദേവിയും ലക്ഷ്മണനും ആകുലരായി. അപ്പോഴ് അധികാരഭാവത്തില് അടുത്തു നിൽക്കുന്ന കൈകേയിനെ കണ്ടിട്ട് ലക്ഷ്മണകുമാരന്റെ കണ്ണുകൾ ക്രോധം കൊണ്ട് ചുളിച്ചു എന്നാണ് സ്വാമി പറയണത്. അല്ലെങ്കിലും രാമായണത്തിൽ ഉടനീളം രാമൻ നമ്മുടെ ഭഗവത്ഗീതയിൽ ഉദ്ഘോഷിക്കുന്നത് പോലെ സ്ഥിതപ്രജ്ഞനായി കാണപ്പെടുമ്പോൾ, അതായത് ശാന്തനും സമചിത്തനുമായി കാണപ്പെടുമ്പോൾ വികാര പ്രകടനത്താൽ ജ്വലിച്ചു പോകുന്നവൻ എപ്പോഴും ലക്ഷ്മണൻ തന്നെയാണല്ലോ. കൈകേയിയുടെ ദുഷ്ടതയിൽ ലക്ഷ്മണൻ ഉഗ്രരോഷം കൊണ്ട് വിറച്ചപ്പോൾ അത്യധികം പ്രശാന്തമായ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ മുഖം ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ മുഖം കണ്ടപ്പോ ആ ക്രോധം അങ്ങോട്ട് കെട്ടടങ്ങി. എന്നിട്ട് കൈകേയി പറയാണ്, രാമ, നിന്റെ സാന്നിധ്യം അച്ഛനെ അഗാധമായ ദുഃഖത്തിലേക്ക് തള്ളിവിടുകയാണ്. എത്ര വേഗം നാട് വിട്ട് കാട്ടിലെത്തുന്നുവോ അത്രയും വേഗം അച്ഛൻ ഉത്കണ്ഠയിൽ നിന്നും മുക്തനാവും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, സ്ഥാനവും പണവും മോഹിച്ച് വശംവദയായാൽ ഒരു വ്യക്തി എത്രമാത്രം അധവധിച്ചു പോകുന്നു എന്നതിന് ഉത്തമമായ ഒരു ഉദാഹരണം. അതായത് നമ്മുടെ ബന്ധുക്കളെയും ഒന്നും മാനിക്കാതെ, നമ്മൾ ആരാണ്, നമ്മുടെ ബന്ധു ആര്, ശത്രു ആര് ഒന്നും തിരിയാതെ സ്ഥാനമാനങ്ങളിൽ അത്രയും ഇഷ്ടം വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്തു കൂട്ടുന്നതെന്ന് നമുക്ക് പോലും അറിയാത്തൊരു കാലം വരുന്നു എന്നുള്ളതാണ് കൈകേയി ഇവിടെ കാണിച്ചു തരുന്നത്. ദയ തീണ്ടാത്ത കൈകേയിയുടെ വാക്കുകൾ ദശരഥന്റെ മാറ് പിളർക്കും ഇതായിരുന്നു എന്നാണ് സ്വാമി പറയണേ. അത്യധികം നീചമായ വാക്കുകള് അദ്ദേഹം കൈകേയിക്ക് നേരെ പ്രയോഗിക്കുകയാണ്. കുറച്ചു മുമ്പ് നമ്മൾ നേരത്തെയുള്ള അധ്യായത്തിൽ കണ്ടു, കൈകേയിനെ ദശരഥൻ അഭിസംബോധന ചെയ്യുന്നത് പ്രാണപ്രിയയെന്നും സുന്ദരിയെന്നും ഒക്കെ വിശേഷിപ്പിക്കുകയായിരുന്നു. അപ്പോ കുറച്ചു മുമ്പ് പ്രാണപ്രിയയെന്നും സുന്ദരിയെന്നും വിശേഷിപ്പിച്ച ഒരാൾ നമ്മുടെ പ്രതീക്ഷകൾക്ക് വിഘ്നം വരുത്തുമ്പോ എത്ര വേഗമാണ് രാക്ഷസിയും പിശാചും ഒക്കെ ആയി മാറുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് മനുഷ്യ മനസ്സിന്റെ ചാഞ്ചല്യം വളരെ വ്യക്തമായി ദശരഥ ചക്രവർത്തിയില് നമുക്ക് കാണാം. ഇവിടെ വജ്രകഠിനമായിട്ടുള്ള കൈകേയിയുടെ വാക്കുകൾ കേട്ട് ദശരഥൻ ബോധരഹിതനാവുകയാണ്. അപ്പോ സീതാരാമന്മാർ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. എന്നിട്ട് രാമൻ പറയാണ്, പിതാവേ, ഇത് പാടും ദുരിതവും പറഞ്ഞ് പരിതപിക്കാനും ദുഃഖിക്കാനും ഒന്നുള്ള സമയമല്ല. സന്തോഷത്തോടെ ആനന്ദത്തോടെ ഞങ്ങളെ അനുഗ്രഹിച്ച് പോകാൻ അനുവദിക്കുകയാണ് ഈ സമയം ചെയ്യേണ്ടത്. കാരണം അമിത ബന്ധം എന്ന് പറയണത് ദുഷ്കീർത്തി വരുത്തും. നമുക്കറിയാം, അറ്റാച്ച്മെന്റ് ഈസ് എ റൂട്ട് കോസ് ഓഫ് എവറി സഫറിങ്. അതായത് നമ്മൾ എത്രമാത്രം ബന്ധങ്ങൾക്ക് അമിതമായിട്ടുള്ള പ്രാധാന്യവും മമതയും കൊടുക്കുന്നുണ്ടോ അത്രയും
നമ്മളെ തന്നെ ദുഃഖിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇവിടെ ദശരഥ ചക്രവർത്തിയിൽ കാണാൻ പറ്റും എന്നാണ് സ്വാമി ശ്രീരാമചന്ദ്ര പ്രഭു ദശരഥ ചക്രവർത്തിയോട് പറയണത്. അതായത് മകനാണെങ്കിൽ പോലും അമിതമായിട്ട് സ്നേഹിക്കാൻ പാടില്ല എന്ന്, അമിതമായിട്ട് സ്നേഹിക്കാം പക്ഷെ മമത പാടില്ല എന്ന്. അപ്പോ അദ്ദേഹത്തിന്റെ വായിൽ നിന്നും അങ്ങനെ ചെയ്യുന്ന സമയത്ത് ദശരഥൻ ബന്ധങ്ങൾക്ക് അമിതമായ മമത കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെ മോശമായിട്ടുള്ള വാക്കുകൾ വരികയാണ് കൈകേയിക്ക് നേർക്ക്. അങ്ങനെ ശ്രീരാമചന്ദ്ര പ്രഭു പറയാ, അച്ഛൻ ധീരനായിരിക്കണം, അഭിമാനമില്ലാതെ തരം താഴ്ന്ന മുഖസ്തുതി പറയരുത് എന്ന് രാമൻ ഓർമ്മിപ്പിക്കുകയാണ് പിതാവായ ദശരഥ ചക്രവർത്തിനെ. രാമന്റെ മൃദുവായ കരങ്ങൾ ഗ്രഹിച്ച് ദശരഥൻ പറയാ, മകനെ, നിനക്ക് ആത്മനിയന്ത്രണവും ദൃഢനിശ്ചയൊക്കെ സ്വാധീനാണ്. ശരിയും തെറ്റും എന്താണെന്ന് നിനക്ക് നന്നായിട്ട് വേർതിരിച്ചറിയാൻ പറ്റും. നീ ശരി മാത്രമേ ചെയ്യുള്ളൂ എന്നും വ്യക്തമാണ്. എങ്കിലും ഞാനൊന്ന് പറയട്ടെ, ഒരാൾ ചെയ്യുന്ന തെറ്റിന്റെ ഫലമായിട്ട് മറ്റൊരാൾ ദുഃഖം അനുഭവിക്കുക എന്നത് ശരിയല്ല. നാടു കടത്തപ്പെട്ട നിലയിൽ കാട്ടിലേക്ക് പോകുന്ന തീരുമാനത്തിൽ നിന്നും രാമനെ പിന്തിരിപ്പിക്കാൻ ചക്രവർത്തി അങ്ങനെ വാദത്തിന്റെ മേലെ വാദങ്ങൾ നിരത്തുകയാണ്. ദശരഥൻ ധാർമ്മിക നിയമങ്ങൾ സമഗ്രമായി പഠിച്ചവനും ആ നിയമങ്ങൾ നിഷ്കൃഷ്ടമായി അനുസരിക്കുന്നവനുമാണെന്ന് രാമന് നന്നായിട്ട് അറിയാം. തന്റെ കൃത്യങ്ങൾ ന്യായീകരിക്കുന്നതിൽ അദ്ദേഹം സമർത്ഥനുമാണ്. എന്നാൽ എടുക്കുന്ന തീരുമാനത്തിൽ നിർഭയനുമായിരുന്നു. അങ്ങനെ വനയാത്രയ്ക്ക് അനുമതി വാങ്ങാൻ വന്ന രാമനെ അദ്ദേഹം കൃത്യമായിട്ട് മനസ്സിലാക്കി. രാമന്റെ കൂടെ സീതാദേവിനെ കൂടി കണ്ടപ്പോ അദ്ദേഹം ദേവീനെ അടുത്ത് വിളിച്ചു. ദശരഥൻ ദേവിയുടെ ശിരസിൽ മന്ദമായിട്ട് തലോടി. എന്നിട്ട് പറഞ്ഞു, കാട്ടിലെ ദുസ്സഹമായ സാഹചര്യങ്ങളെ പറ്റിയൊക്കെ ദേവിക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് ദശരഥ ചക്രവർത്തി. ഒന്നുകിൽ ഭർത്താവിന്റെ എന്നിട്ട് പറയാണ്, ഒന്നുകിൽ ഭർത്താവിന്റെ അച്ഛനമ്മമാരുടെ കൂടെ സ്വഗൃഹത്തിലോ താമസിക്കണമെന്ന് ഉപദേശിച്ചു. അസഹ്യമായ ദുഃഖത്തിന്റെ ഞരക്കങ്ങളിൽ കൂടി പുറത്തു വന്ന വാക്കുകൾക്കൊടുവിൽ തന്റെ ദൃഷ്ടികൾ കൈകേയിയുടെ മേൽ പതിച്ചപ്പോൾ അദ്ദേഹം വീണ്ടും ക്രോധം കൊണ്ട് വിറച്ചു എന്നാ സ്വാമി പറയണേ. സീതാദേവി ദശരഥ ചക്രവർത്തിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. ദേവി പറഞ്ഞു, ബഹുമാനപ്പെട്ട പിതാവേ, എന്റെ മനസ്സ് രാമസേവനത്തിന് മാത്രം അഭിലഷിക്കുന്ന ഒന്നാണ്. ആ മഹാഭാഗ്യം പരിപൂർണമായി വനത്തിൽ കാത്തിരിക്കുന്നുണ്ട്. ഈ അമൂല്യമായ അവസരം നഷ്ടപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഭർതൃസേവനം കൊണ്ടുണ്ടാകുന്ന ആനന്ദം ഒരിക്കലും ഒരു സ്ത്രീക്ക് സ്വന്തം മാതാപിതാക്കളെയോ ഭർത്താവിന്റെ അച്ഛനമ്മമാരെയോ സേവിക്കുന്നത് മൂലം ലഭിക്കില്ല. അതിനേക്കാൾ മഹത്തരമായ ആനന്ദം വേറൊന്നുമില്ല. എന്നതിനാൽ ദയവ് ചെയ്ത് വനയാത്രയിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കുകയോ എതിർക്കുകയോ ചെയ്യരുതെന്ന് ദേവി വളരെ വിനയമായിട്ട് പറയാണ്. പകരം അനുഗ്രഹങ്ങൾ അർപ്പിച്ച് ശ്രീരാമചന്ദ്രനോടൊപ്പം എന്നെ പോകാൻ അനുവദിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് സീതാദേവി ദശരഥ ചക്രവർത്തിയോട് പറയുന്നു. സീതയുടെ അഭിലാഷം മനസ്സിലാക്കിയ ദശരഥൻ തന്റെ മുന്നിൽ നിൽക്കുന്ന കൈകേയിയെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ നമ്മൾ പറയാറില്ലേ, ഒരു പെണ്ണിനെ ശിക്ഷിക്കാൻ വേണ്ടി മറ്റൊരു പെണ്ണിന്റെ എന്ത് പറഞ്ഞാൽ മതി, നല്ല കാര്യങ്ങള് പറഞ്ഞാൽ മതി. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ദശരഥൻ തന്റെ മുന്നിൽ നിൽക്കുന്ന കൈകേയിയെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സീതയുടെ ഗുണഗണങ്ങൾ അകൃത്രിമമായിട്ടുള്ള ഉത്സാഹത്തോടെ പ്രകീർത്തിക്കുകയാണ്. ഇതിനിടയില് കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ പത്നി മുന്നോട്ട് വന്നു, അരുന്ധതി ദേവി. വനയാത്രയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ സമർത്ഥമായ ഒരു നടപടി അരുന്ധതി ദേവി മുന്നോട്ട് വെച്ചു. എന്നിട്ട് പറയാണ് സീതാദേവി, വനയാത്ര വിധിച്ചത് രാമന് മാത്രാണ്. നീ അയോധ്യ വിട്ടു കാട്ടിലേക്ക് പോകണമെന്ന ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടില്ല. ദുഃഖാർത്ഥരായ ഭർത്തൃപിതാവിനെയും മാതാവിനെയും സമാശ്വസിപ്പിച്ച് ഇവിടെ തന്നെ കഴിയുക എന്നുള്ളതാണ് നിന്റെ കൃത്യം. രാമന്റെ മറുപാതി എന്ന നിലയില് നിനക്ക് രാജ്യഭരണത്തിന് അവകാശമുണ്ട്. അച്ഛന്റെ സത്യരക്ഷയ്ക്ക് വേണ്ടി രാമൻ കാട്ടിലേക്ക് പോകുമ്പോ അവന്റെ മാതാപിതാക്കളെ ആനന്ദരാക്കി രാജ്യഭരണം നടത്തുകയും രാമന്റെ പ്രശസ്തി ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നിനക്ക് ചെയ്യാനുള്ള കർത്തവ്യം എന്ന് കുലഗുരു വസിഷ്ഠ ഗുരുവിന്റെ പത്നി അരുന്ധതി ദേവി പറഞ്ഞു കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ത്രേതായുഗത്തിലാണെങ്കിലും ഇവിടെ ധർമ്മം സ്ത്രീക്ക് കൊടുക്കുന്ന സ്ഥാനം എത്ര മഹനീയമാണെന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് ഭർത്താവില്ലാത്ത സമയത്ത് ആ റോൾ എടുക്കേണ്ട വ്യക്തി ഭാര്യയാണ് എന്ന് ധർമ്മശാസ്ത്രപ്രകാരം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ത്രേതായുഗത്തിൽ പോലും എഴുതപ്പെട്ടിട്ടുള്ളതാണ്. എന്നാലാകട്ടെ ചക്രവാക പക്ഷിയുടെ കാതുകളിൽ ഹേമന്ത കിരണങ്ങൾ പതിച്ച അത്രയും മൃദുവായി പതിച്ച വാക്കുകളാണെങ്കിൽ പോലും സീതാദേവി അത് വല്ലാതെ വ്യാകുലയാക്കി എന്നാ പറയുന്നത്. ഇതിനിടയില് തന്റെ ആവശ്യം എങ്ങനെയെങ്കിലും നടത്തി കിട്ടണം എന്നുള്ള വാശിയില് കൈകേയി
അരുന്ധതി ദേവി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് പ്രസ്താവിച്ച് ഉറപ്പിച്ചു വെക്കുന്നതിന് മുമ്പ് താൻ ശേഖരിച്ചു വെച്ച താപസവേഷത്തിന് ആവശ്യമായിട്ടുള്ള മരവുരിയും തുളസിമാലയും രാമന് നേർക്ക് നീട്ടുകയാണ്. എന്നിട്ട് കൈകേയി പറഞ്ഞു, ചക്രവർത്തിയായിട്ടുള്ള ദശരഥ മഹാരാജാവ് സ്വന്തം ജീവനെ പോലെ പ്രിയപ്പെട്ടവനായിട്ട് നിന്നെ കരുതുകയാണ് രാമ. അതിനാൽ തന്നെ പോകാൻ അനുവദിക്കാതെ വാഗ്ദത്ത ലംഘനം മൂലം തന്റെ തലയിൽ അനശ്വരമായ ദുഷ്കീർത്തി വരുത്തി വയ്ക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ത്രേതായുഗത്തിൽ ഒരു വാക്ക് കൊടുത്ത എവിടെയോ ഒരു മുദ്ര പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ആധാരത്തിൽ എഴുതി വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. വെറും ഒരു വാക്ക് കൊടുത്തതാണ്, ഒരു 2 വരം. ആ 2 വരം ഒരു വാഗ്ദാനം ലംഘിക്കുന്നത് പോലും എത്രമാത്രം ശിക്ഷാർഹമാണ്, ഒരു മനസാക്ഷിയുടെ കോടതിയിൽ എത്രമാത്രം ശിക്ഷാർഹമാണ് എന്ന് നമുക്കിവിടെ ദശരഥ ചക്രവർത്തിയുടെ ഈ വാഗ്ദാനം കൊണ്ട് സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കുന്ന മകനെ കാട്ടിലേക്ക് വിടുന്നതിൽ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും കലിയുഗവും ത്രേതായുഗവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. എന്നിട്ട് പറയാണ്, വാഗ്ദത്ത ലംഘനം മൂലം അച്ഛൻ തലയില് അനശ്വരമായിട്ടുള്ള ദുഷ്കീർത്തി വരുത്തി വെക്കുന്നത് നിന്നോടുള്ള സ്നേഹം മൂലമാണ്. അതുകൊണ്ട് ഈ നടപടിയുടെ ധാർമ്മികത്വത്തെ ആ സ്നേഹം മൂടിക്കളയുന്നുണ്ട്. അതുകൊണ്ട് ഉചിതമായ തീരുമാനം സ്വീകരിക്കുക, ഇക്ഷ്വാകു വംശത്തിന്റെ അനശ്വരമായിട്ടുള്ള പ്രഭാവം നീ കാത്തു സൂക്ഷിക്കുക എന്ന് കൈകേയി ഓർമ്മിപ്പിക്കുകയാണ്. ഇത് കേട്ടുള്ള രാമൻ സന്തോഷിക്കുകയാണ്. എന്നിട്ട് പക്ഷേ ശ്രീരാമചന്ദ്ര പ്രഭു ദശരഥന്റെ ഹൃദയത്തില് ദശരഥ ചക്രവർത്തിയുടെ ഹൃദയത്തില് ആ വാക്കുകള് കനത്ത ചുറ്റിക അടിച്ചതുപോലെയാണ് തോന്നിയത്. കൈകേയിയുടെ വാക്കുകള്. അദ്ദേഹം വികാരാതീതനായി. എന്നിട്ട് പരിതപിക്കുകയും അബോധാവസ്ഥയിൽ ആഴുകയും ചെയ്യുന്നു. അച്ഛന്റെ നിസ്സഹായത കണ്ട് അത് സഹിക്കാതായപ്പോ കൈകേയിയുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് സ്ഥലം വിടുകയാണ് ഉചിതമെന്ന് ശ്രീരാമചന്ദ്രനും ബോധ്യായി. അങ്ങനെ ഇളയമ്മ കൊണ്ടുവന്ന് നീട്ടിയ മരവുരി സ്വീകരിച്ചുകൊണ്ട് രാമൻ സ്വയം അവയിലൊന്ന് ചുറ്റുകയും മരവുരി ചുറ്റാനറിയാത്ത വൈദേഹ രാജകുമാരിക്ക് അത് എങ്ങനെയാണ് ചുറ്റേണ്ടതെന്ന് ഒരു ഭാഗത്ത് നിന്ന് മാറി നിന്ന് പറഞ്ഞുകൊണ്ട് സ്വയം അത് അണിയിപ്പിക്കുകയും ചെയ്യാണ്. ഇത് കണ്ടപ്പോ താപസ പത്നിമാരും രാജധാനിയുടെ സ്ത്രീകളും ഒക്കെ അണിയുകി. ഈ ഘട്ടത്തില് കുലഗുരു വസിഷ്ഠൻ എത്തുകയും ഒറ്റ നോട്ടത്തിൽ സ്ഥിതിയൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു. എന്നിട്ട് പറയാം, സീതാദേവി മരവുരി ധരിക്കേണ്ടതൊന്നുമില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. കൈകേയി ആവശ്യപ്പെട്ടതുകൊണ്ട് ഭരതനെ രാജാവാക്കുകയും രാമനെ കാട്ടിലേക്ക് അയക്കുകയാണ് ഉചിതം. സീതാദേവി രാജകീയ വേഷാലങ്കാരത്തോടും കൂടി താമസിക്കാൻ അവകാശമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോ ഇത് കേട്ട രാമൻ സീതാദേവിയുടെ വസ്ത്രങ്ങൾക്കുമേൽ ചുറ്റിക്കൊടുത്ത വൽക്കലം അഴിച്ചെടുത്തു. പക്ഷേ സീതാദേവി മുന്നോട്ട് വന്നിട്ട് വസിഷ്ഠ ഗുരുവിനെ നമസ്കരിച്ചു. കൈകേയി മാതാവിന്റെ പ്രത്യക്ഷ ബലമായിട്ടല്ല താൻ മരവുരി ധരിക്കുന്നതെന്നും തന്റെ പതിയായ ശ്രീരാമചന്ദ്രൻ താപസവേഷം ധരിക്കുന്നതിനാൽ വിലപിടിപ്പുള്ള പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് താൻ കാട്ടിൽ കഴിയുന്നത് ഭൂഷണമല്ലെന്നും സീതാദേവി പറഞ്ഞു. സീതാദേവിയുടെ അഭ്യർത്ഥനയ്ക്ക് പ്രേരണയായ ധാർമ്മിക ബോധം ഓർത്തപ്പോൾ കഠിന തപസ്വിയായ മഹർഷിയുടെ ഹൃദയം ആർദ്രമായി. വാക്കുകൾ ഇടറിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, സീതേ, താങ്കൾ നന്മയുടെ മൂർത്തിഭാവാണ്. എന്നാലും കൈകേയിയുടെ വികലവും ദുഷ്ടവുമായ തലച്ചോറിന് ചില തിരിച്ചറിവിന്റെ ആവശ്യമുണ്ട്. ഈ ദിവസം ശ്രീരാമചന്ദ്ര പ്രഭു ഈ സാമ്രാജ്യാധിപനായി അഭിഷിക്തനാവേണ്ടതായിരുന്നു. പണ്ടങ്ങോ ചെയ്ത പ്രതിജ്ഞകൾ അടക്കമുള്ള പരിതസ്ഥിതികളുടെ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് അത് നടന്നില്ല. എങ്കിലും ഭരതനെ വാഴിക്കുക എന്നത് രാഷ്ട്രനീതിയല്ല. കാരണം സിംഹാസനത്തിന്റെ അവകാശി ജ്യേഷ്ഠപുത്രൻ തന്നെയാണ്. മറ്റാർക്കും അതിന് അവകാശമില്ല. അതിനാൽ രാമൻ സ്വയം അത് ഉപേക്ഷിച്ചാൽ അതിനുള്ള അവകാശം ഭാര്യ എന്ന രീതിയിൽ സീതയിലാണ് നിക്ഷിപ്തമെന്ന് കുലഗുരു വസിഷ്ഠ ഗുരു സീതാദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ്. വസിഷ്ഠൻ രാഷ്ട്രീയ നീതി നിയമങ്ങളെ വ്യാഖ്യാനിക്കാൻ നിന്നപ്പോൾ കൈകേയി അങ്ങ് ഭയന്ന് വിറച്ചു. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോ നടക്കുന്ന ക്രൂരകൃത്യങ്ങളൊക്കെ, ഡൗറിയുടെ പേരില് അമ്മായിയമ്മമാരൊക്കെ പെൺകുട്ടികളൊക്കെ എത്രമാത്രം ഉപദ്രവിക്കുന്നുണ്ട്, എന്തൊക്കെ പറയുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ കൈകേയിൽ കാണാൻ പറ്റും. കാരണം കൈകേയി അപ്പൊ തന്നെ എന്താ ചെയ്യുന്നത്? സ്ഥാനം മോഹിച്ച കൈകേയി അപ്പോഴും എന്താ ചെയ്യുന്നത്? സീതാദേവി രാജകീയ വസ്ത്രങ്ങൾ ത്യജിക്കാനും താപസിയുടെ വൽക്കലം ധരിക്കാനുമായിട്ട്
എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ താപസിയുടെ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് പോകുമ്പോഴും കൈകേയി എങ്ങനെങ്കിലും ഒന്ന് അവരെ ആ സ്ഥലത്ത് നിന്ന് ഒഴിവാക്കിയാൽ മതി എന്നുള്ള ഒരു രീതിയിലാണ് അപ്പോഴും നിൽക്കുന്നത്. എന്നിട്ടോ പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും സീതാദേവിയുടെ മനസ്സ് എപ്പോഴും എന്തായിരുന്നു ചെയ്യുന്നത്? രാജകീയ വസ്ത്രങ്ങൾ ത്യജിച്ച് താപസിയുടെ വൽക്കലം ധരിക്കാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന ഒന്നായിരുന്നു. സീതാദേവി ഒരിക്കലും തന്റെ തീരുമാനത്തിൽ നിന്നും പിന്തിരിയില്ലെന്ന് കുലഗുരുവിന്റെ പത്നിക്ക് അറിയായിരുന്നു. അവര് ആശ്രമ രീതിക്കനുസരിച്ച് സീതാദേവിയെ മരവുരി ധരിപ്പിച്ചു. അതിനിടയിൽ ലക്ഷ്മണനും രാമൻ ധരിച്ചതുപോലെ മരവുരി ധരിച്ചു. ഇനിയും താമസിക്കരുതെന്ന് മനസ്സിലാക്കിയ രാമലക്ഷ്മണന്മാർ സീതാദേവിയെയും കൂടിയിട്ട് ദശരഥന്റെ അടുത്ത് നിൽക്കുന്ന സീതാദേവിയെയും കൂട്ടി ദശരഥനെയും അതിനടുത്ത് നിൽക്കുന്ന കൈകേയി മാതാവിനെയും നമസ്കരിച്ചു. തുടർന്ന് വസിഷ്ഠ ഗുരുവിനെയും ഗുരുപത്നിയെയും കൂടി നമസ്കരിച്ചുകൊണ്ട് വനയാത്രയ്ക്ക് പുറപ്പെട്ടു. ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ വനയാത്രയെ പറ്റി അറിഞ്ഞിട്ടുള്ള പൗരന്മാര് രാജധാനിന്റെ പ്രവേശന ദ്വാരത്ത് തടിച്ചുകൂടി നിന്നു. തപസ്സുകളെ കടന്നു നീങ്ങുന്ന കുമാരന്മാരെ കണ്ട് അവർ ദുഃഖം സഹിക്ക വയ്യാതെ ബോധരഹിതരായിരുന്നു സ്വാമി പറയണേ. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, പണ്ടൊക്കെ രാജാക്കന്മാരെ എത്രമാത്രം ബഹുമാനത്തോടു കൂടി, എത്രമാത്രം സ്നേഹത്തോടു കൂടിയായിരുന്നു നല്ല രാജാക്കന്മാരെ പ്രജകള് സമീപിച്ചിട്ടുണ്ടായിരുന്നത് എന്ന്. അപ്പോ ഇങ്ങനെ പൗരന്മാര് ബോധരഹിതരാവുന്ന സമയത്ത് ശ്രീരാമചന്ദ്ര പ്രഭു ആകട്ടെ സാധിച്ചത് പാലിക്കാനും നന്മകൾ ഉയർത്തിപ്പിടിക്കാനും ജനങ്ങളോട് അപേക്ഷിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം നടന്നു നീങ്ങി. എന്നിട്ട് പറഞ്ഞു, 14 സംവത്സരങ്ങൾക്കൊടുവിൽ താൻ അയോധ്യയിൽ തന്നെ തിരിച്ചു വരുന്നു, ഈ നാടുകടത്തല് നന്മയുടെ പ്രതീകം മാത്രമാണ് എന്നും അവിടുന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കിപ്പിച്ചു. രാമൻ എന്ത് ചെയ്തു? പാവങ്ങൾക്കൊക്കെ ധനം വാരിക്കൊടുത്തു. വീടുകള്, സ്വർണം, വളകള് എന്നിവ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. ആരാധനയും യജ്ഞങ്ങളും മുടക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു അവർ അതെല്ലാം ചെയ്തു കൊടുത്തത്. അദ്ദേഹം വസിഷ്ഠ ഗുരുവിനോട് പറഞ്ഞു, മഹർഷേ, ജനങ്ങൾക്ക് എന്റെ മാതാപിതാക്കൾക്കും അങ്ങാണ് യഥാർത്ഥ മാതാവും പിതാവും. അപ്പോ എത്ര മാത്രമാണ് ഒരു ഗുരുവിന്റെ സ്ഥാനം എന്ന് നമുക്ക് കാണാൻ പറ്റും. സ്വന്തം സന്താനങ്ങളോട് പെരുമാറുന്നത് പോലെ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്താൻ രാജാവിനെ ഉപദേശിക്കണം. നമുക്ക് കാണാൻ പറ്റുന്നത് രാമചന്ദ്ര ഇപ്പൊ ജനാധിപത്യ രീതിയിൽ ഭരിക്കുന്ന ഭരണകർത്താക്കള് എങ്ങനെയാണ് നമ്മുടെ ജനങ്ങളെ കാണുന്നത്, എത്രമാത്രം ക്രൂരകൃത്യങ്ങളിലൂടെയാണ് ജനങ്ങൾ കടന്നു പോകുന്നത് എന്നൊക്കെ ഇവിടെ രാമന്റെ ആ ഒരു കാലഘട്ടത്തിൽ, അതുകൊണ്ട് തന്നെയാണ് ഗാന്ധിജി പോലും സ്വപ്നം കണ്ടിട്ടിരുന്നത്. അങ്ങനെ സ്വന്തം സന്താനങ്ങളോട് പെരുമാറുന്നത് പോലെ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്താൻ രാജാവിനെ ഉപദേശിക്കണം എന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേട്ട ജനങ്ങള് ദുഃഖിതരായി. ഇത്രയും നല്ലൊരു രാജകുമാരനാൽ ഭരിക്കപ്പെടാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടതില് അവർ തങ്ങളെ തന്നെ ശപിച്ചു. ഇങ്ങനെ മന്ത്രി സുമന്ത്രരെ അടുത്ത് വിളിച്ച് അച്ഛനെ ശാന്തരാക്കാൻ വേണ്ടി, അതായത് പിതാവിനെ ദശരഥ ചക്രവർത്തിനെ ശാന്തരാക്കാൻ വേണ്ടിയിട്ട് ഉപദേശിക്കുകയാണ്. സുമന്ത്രര് ദുഃഖത്തിന് അതീതനായി കണ്ണീരൊലിപ്പിച്ചു. അദ്ദേഹം നിശബ്ദനായിട്ട് നിന്നു കുറച്ചു നേരം. പിന്നീട് ദുഃഖഭാരം താങ്ങാനാവാതെ വിലപിച്ചു. ബോധം വീണ്ടും കിട്ടിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ദശരഥന് മനസ്സിലായി. ദുഃഖം സഹിക്കാനാവാതെ വിലപിക്കുന്ന അദ്ദേഹത്തെ സുമദ്ര ചെന്ന് സമാശ്വസിപ്പിച്ചു. സ്വന്തം സ്വാമിയെ സമാശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകുന്നുണ്ടായിരുന്നു സുമന്ത്രരുടെ കണ്ണുകളിൽ നിന്നും. വളരെ നേരത്തോളം ഒരക്ഷരം പോലും ഉരിയാടാൻ വയ്യാതെ അദ്ദേഹം അവിടെ ഇരുന്നു. ദശരഥൻ രാമനെ വിളിച്ച് വിലപിച്ചു. എന്നിട്ട് മന്ത്രിയുടെ മടിയിലൊക്കെ കേണ് പൊട്ടിക്കരയാണ് സുമന്ത്രരെ. എന്നിട്ട് പറയാണ്, സുമന്ത്രരെ, രാമൻ കാട്ടിലേക്ക് പോയി. എന്നിട്ട് എന്റെ പ്രാണൻ എന്താ എന്റെ ശരീരത്തിൽ നിന്നും പോവാത്തത്? ഈ ശരീരത്തിൽ ഒട്ടി നിന്നത് മൂലം എന്റെ ജീവൻ ഒന്നും നേടാനില്ല ഇനി. അല്പം ശാന്തനായതിനു ശേഷം അദ്ദേഹം പറയാണ്, ഗതിവേഗമുള്ള ഒരു രഥത്തില് രാമന്റെ പിന്നാലെ ചെല്ലാൻ ആജ്ഞാപിക്കുകയാണ് ദശരഥ മഹാരാജാവ് സുമന്ത്രരോട്. തന്റെ മകൾക്ക് തുല്യായ എന്നിട്ട് സീതാദേവിനെ പറ്റി പറയുന്നുണ്ട്. തന്റെ മകൾക്ക് തുല്യായിട്ടുള്ള സീതാദേവിക്ക് സൂര്യതാപം ഒന്നും സഹിക്കാൻ പറ്റില്ല. താമര ഇല പോലെ മൃദുവായ കാലടിയില് പൊള്ളലും വീക്കവും വരാം. പോ രഥവുമായിട്ട് പിന്നാലെ ചെല്ല്. ദശരഥ ചക്രവർത്തി ഇപ്രകാരം ആജ്ഞാപിക്കുന്നതോടുകൂടി രാമകഥാരസവാഹിനിയിലെ 13-ാം അധ്യായം അവസാനിക്കുകയാണ്. എത്ര എത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തമസ്ത്രകാഞ്ജലി
ബാഷ്പവാരി പരിപൂർണലോചനം മാരുതീം നമത രാക്ഷസാന്തകം. ഓം ശ്രീ സായിറാം. സൈലൻസ് പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യട്ടെ വത്സ മാം. മാം മ്യൂട്ടിലാണ് തോന്നുന്നു. സൈറാം, ആരതി വളരെ നന്നായിട്ട് പറഞ്ഞു. ആ ആ రాములు లక్ష్మణ్తో చెప్పంపించాడు. Rama sent the message through Lakshmana. చితి పేర్చు, Fire, get it ready. ఈ అగ్నిలో తాను ప్రవేశించాలి. Let her jump into the fire. అగ్నిదేవుడు మెచ్చుకోవాలి. And the god of అప్పుడే fire. నేను ఈ సీతను తీసుకుని అయోధ్యకు వెళ్ళాలి. And I should get back my Sita, take her to Ayodhya. అంతవరకు నేను అయోధ్యకు ఈమెతో పోను. Till then I don't go to Ayodhya along with her. ఆ మాట వినేటప్పటికి లక్ష్మణుడు కొడుకును మండిపోయాడు, చాలా క్రోధంతో. Having heard this, Lakshmana was furious, ఏనాడు very కూడాను angry. రాములను ఎదురెత్తి మాట్లాడినటువంటి వాడు కాదు. He never spoke in front of Rama, never disobeyed him. రామా, Rama, నీకేమైనా పిచ్చి పట్టిందా లేక మతి తిరిగిపోయిందా? Rama, are you mad? What happened to you? ఏమిటి నీవు చెప్పేటువంటి విషయము? What is it that you say? నీకైనా కొంతవరకు చలనం కలిగి ఉందేమో కానీ ఆ సీతామహాతల్లికి కించిత్ మాత్రం కూడా చలనం లేదు. There may be some sort of wavering in you, but not in మహాసాధ్యమణి. Sita. She's the one pious. ఈమె ఆదర్శవంతురాలైన ఒక స్త్రీ. She's an ideal woman. స్త్రీ అని నీవు అంత చులకనగా మాట్లాడుతున్నావా? Never take her cheap. ఆ విధంగా వశమయ్యేటువంటిదైతే ఈ 10 నెలలు ఎందుకు ఈ కష్టాలను అనుభవించాలి? If it's so cheap, why should you suffer for 10 long అంత months? మాత్రం నీవు కనుక్కోలేకపోయావా? Don't you understand that ఎంత much? గొప్పవారైనా కూడా నువ్వు జనరల్ నాలెడ్జ్ జీరో అయిపోతుంటుంది అప్పుడప్పుడు Though you are so great, sometimes in general you are a zero at times. అని లక్ష్మణుడు పలికేటప్పటికీ When Lakshmana said so, రాముడు చెప్పాడు. Rama said, లక్ష్మణుని యొక్క హృదయం రామునికి తెలుసు, రాముని యొక్క హృదయం లక్ష్మణునికి తెలుసును. Rama knows the heart of Lakshmana, so also Lakshmana the heart of లక్ష్మణ, Rama. Lakshmana, మనం ఆదర్శ మానవులుగా బ్రతుకుతున్నాం. we are living here as ideal men. ఆదర్శాన్ని కూడా నువ్వు నిరూపించి చూపించాలి. We should also show it up. కనుకనే ఆమె గొప్పతనం నాకు తెలుసును. I know her nobility. అయితే గొప్పతనంలో కూడా నువ్వు మంచితనం కూడా నువ్వు నిరూపించాలి. The nobility and goodness must be వీడు demonstrated. గొప్పవాడు, వీడు మంచివాడు ఉంటారు. We say they are great, they are good. కానీ గొప్పవాడి కంటే మంచివాడే గొప్పవాడు. So good is better than the greater one. కనుక ఈమె గొప్పదే, కానీ మంచిది కూడా నువ్వు నిరూపించాలి. So you should not only be great, you should also be good. സൈറാം, ആരതി ഭജന പാടിക്കോളൂ. ശ്രീരാമചന്ദ്ര ജയ രാമചന്ദ്ര, ശ്രീരാമചന്ദ്ര ജയ രാമചന്ദ്ര, രഘുവീര രണധീര രഘുകുല രാമ, രഘുവീര രണധീര രഘുകുല രാമ, ശ്രീരാമചന്ദ്ര ജയ രാമചന്ദ്ര. ദശരഥ നന്ദന ദയാഭിരാമ, ദാനവ ഭഞ്ജന കോദണ്ഡ രാമ, കല്യാണ രാമ കമനീയ രാമ, കല്യാണ രാമ കമനീയ രാമ, രഘുവീര രണധീര രഘുകുല രാമ, രഘുവീര രണധീര രഘുകുല രാമ, ശ്രീരാമചന്ദ്ര ജയ രാമചന്ദ്ര. സൈറാം, സൈറാം. അപ്പൊ നമുക്ക് ഈ അധ്യായത്തിലെ സന്ദേശം എന്താണെന്ന് നോക്കാം. വനയാത്ര ആരംഭിക്കുന്നു. അയോധ്യയെ ഒന്നടങ്കം തീവ്ര ദുഃഖത്തിലാഴ്ത്തുന്ന കൈകേയിയുടെ സ്വാർത്ഥതയും ക്രൂരഭാവവും ദുർബുദ്ധിയുമാണ് ഈ അധ്യായത്തിൽ മുഴച്ചു നിൽക്കുന്നത്. കാമം ക്രോധത്തിലേക്കും ക്രോധം സ്മൃതിഭ്രംശത്തിലേക്കും നിർദ്ദയത്വത്തിലേക്കും നയിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു. ദുസ്സംഗത്തിന്റെ കൊടിയ വിപത്ത് നാം ഇവിടെ കാണുന്നു. അതുകൊണ്ടാണ് കൂട്ടുകെട്ടിൽ ശ്രദ്ധിക്കണമെന്ന് സ്വാമി നമ്മെ ഉപദേശിക്കുന്നത്.
ദുഷ്ടരായവരുടെ കൂട്ടുകെട്ട് ഒരുവനെ ദുഷ്ടനാക്കി മാറ്റുന്നു. അതാണ് മന്ധരയുടെ കൂട്ടുകെട്ടുകൊണ്ട് കൈകേയിക്കുണ്ടായ മാറ്റം. ഭരതൻ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും അനുവദിക്കില്ലെന്ന് കൈകേയിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് വനവാസത്തിന് പോകണമെന്ന് കൈകേയി നിർബന്ധം പിടിപ്പിക്കുന്നത്. ഓരോ കാരണങ്ങൾ പറഞ്ഞ്, അതായത് കുലത്തിന്റെ കീർത്തി വർദ്ധിപ്പിക്കാനെന്നും ദശരഥനെ സമാധാനിപ്പിക്കാനെന്നും എല്ലാം മുട്ടുന്യായങ്ങളാണ് പറയുന്നത്. കാരണം ഭരതൻ വന്നു കഴിഞ്ഞാൽ ശ്രീരാമൻ പറയുന്നുണ്ട്, ഭരതൻ വന്നിട്ട് എന്റെ വനവാസം പോരേന്ന് പറഞ്ഞു. അയ്യോ പോരാ പോരാ, ഇപ്പൊ തന്നെ പോണെന്ന്. മനസ്സിലായില്ലേ? തന്റെ പിതാവിനോട് കോപം തോന്നാതിരിക്കുന്നതിന് ആണ് തന്നെ വനപ്രദേശത്തിന്റെ അധികാരിയാക്കി അവിടം പാലിക്കുന്നതിനാണ് അയക്കുന്നത് എന്നാണ് ശ്രീരാമൻ തന്റെ പ്രജകളോട് പറയുന്നത്. മാത്രമല്ല അവര് പിന്തുടരുമ്പം പറയുന്നുണ്ട്, നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ കർത്തവ്യങ്ങളെല്ലാം അനുഷ്ഠിച്ച് ജീവിച്ചാൽ മാത്രമേ എൻ്റെ വനവാസം നന്നായിട്ടും സുഖകരമായിട്ടും തീർക്കാൻ എനിക്ക് പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യങ്ങൾ നന്നായി അനുസരിക്കുക. അപ്പോൾ ശ്രീരാമനോടുള്ള സ്നേഹമാണ്, പ്രജകളുടെ സ്നേഹമാണ് ഇവിടെ വ്യക്തമാകുന്നത്. മനുഷ്യനിൽ പഞ്ചമൂല്യങ്ങളായ സത്യം, ധർമ്മം, ശാന്തി, പ്രേമം, അഹിംസ എന്നീ ഗുണങ്ങൾ ഈശ്വരൻ സഹജമായിട്ട് തന്നെ നിറച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ സഹജമായ സ്വഭാവത്തിന്, പ്രകൃതത്തിന് വിപരീതമായിട്ട് അധർമ്മമോ അസത്യമോ എന്തെങ്കിലും കാണുമ്പോൾ നമ്മളുടെ ഉള്ളം തുടിക്കുന്നത്, നമുക്ക് ഒരിക്കലും ഒരു സ്വസ്ഥത ഉണ്ടാവാത്തത് അതുകൊണ്ടാണ്. കാരണം നമ്മുടെ സഹജ സ്വഭാവത്തിന് വിപരീതമായിട്ട് എന്ത് സംഭവിച്ചാലും നമുക്ക് ആശങ്കയും അസ്വസ്ഥതയും ഉണ്ടാകുന്നു. സന്താനങ്ങളോട് സ്നേഹം വേണം, പക്ഷെ അവരോട് അമിതമായ മമത, അതായത് എൻ്റേതാണ് എന്ന വിചാരം ഉണ്ടായാൽ മാതാപിതാക്കളുടെ സമനില തെറ്റുമെന്നാണ് ദശരഥന്റെ കഠിനമായ ദുഃഖവും മറ്റു പ്രവൃത്തികളും കാണിച്ചു തരുന്നത്. അമിത വാത്സല്യം, മമത എന്നിവ കുട്ടികളുടെ ശരിയായ വളർച്ചയ്ക്കും നന്മയ്ക്കും വിഘാതമാവുകയും ചെയ്യും. ഇക്കാലത്ത് 1-2 കുട്ടികൾ മാത്രമുള്ള മാതാപിതാക്കൾ കുട്ടികളെ മമത കൊണ്ട് ശിക്ഷണം നൽകി നേർവഴിക്ക് നയിക്കുവാൻ ഒരുമ്പെടുന്നില്ല എന്ന് പല സന്ദർഭങ്ങൾ കൊണ്ടും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. കുട്ടിക്കാലത്ത് തന്നെ നല്ല മാർഗങ്ങളും അച്ചടക്കവും സൽസ്വഭാവവും വളർത്തിയെടുത്തില്ലെങ്കിൽ കുട്ടികളുടെ ഭാവി ജീവിതം ഇരുളടഞ്ഞതാകും. അവർ സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്നവരായി മാറും. ജീവിതത്തിൽ സുഖവും ദുഃഖവും നന്മയും തിന്മയും അടങ്ങുന്ന അനേക സംഭവങ്ങൾ നടക്കുന്നു. ഈ പരീക്ഷണഘട്ടങ്ങളിൽ ആത്മനിയന്ത്രണവും ധൈര്യവും കൈവിടാതെ അവയെ നേരിടുന്നതിനും സമചിത്തത പാലിക്കുന്നതിനും നാം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്ന സന്ദേശമാണ് ഈ അധ്യായത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ശ്രീരാമചന്ദ്രനും സീതാദേവിയും അതുതന്നെയാണ് കാണിച്ചു തരുന്നത്. പിതാവിൻ്റെ ആജ്ഞയും സത്യവും പരിപാലിക്കുന്നതിന് എന്തും നേരിടുവാൻ സന്നദ്ധനായ സീതാരാമന്മാരെയും ലക്ഷ്മണനെയുമാണ് നമ്മൾ ഉത്തമ മാതൃകകളായി ഇവിടെ കാണുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, ചോദിക്കാം. പിന്നെ ദുഷ്കീർത്തിക്ക് കാരണം എന്താണ് എന്ന് പറയുന്നത് കൈകേയി? ദുഷ്കീർത്തി ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ആരുമില്ലേ പറയാൻ? സത്യവിലോപം വരുത്തണം. അമിതമായ മമതാബന്ധം. മരവുരയും തുളസിമണിമാലയും ഒക്കെ ശ്രീരാമൻ ആരാണ് നൽകിയത്? കൈകേയി. രാമനെ കാട്ടിലോട്ട് അയക്കുക എന്ന സംഭവത്തിൽ കൈകേയി എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? എത്രയും പെട്ടെന്ന് പോകണമെന്ന്. അതായത് സ്നേഹത്തിന്റെ കണിക പോലുമില്ല, സ്നേഹമൊക്കെ പോയി അസ്തമിച്ചു. നിർദാക്ഷിണ്യം, ഒരു ദാക്ഷിണ്യമില്ലാതെയാണ്, ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് കൈകേയി പെരുമാറുന്നത്. അതിന്റെ കാരണം ഭരതൻ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല എന്നറിയാം. അതുകൊണ്ടാണ് പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ് സീത പോകണമെന്ന് വസിഷ്ഠ മഹർഷി പറഞ്ഞപ്പോൾ സീത എന്താണ് പറഞ്ഞത്? ഭർത്താവ് താപസവേഷം ധരിക്കുമ്പോ എനിക്ക് രാജാവിൽ നിന്നും ആഡംബരം വേണ്ട എന്നുള്ളത്. അതെ, അത് ഭൂഷണമല്ല.
ദുഃഖിതരായ ജനങ്ങളോട് ശ്രീരാമൻ എന്താണ് പറഞ്ഞത്? അവരുടെ കർത്തവ്യം മനമൊക്കെ നന്നാവാൻ വേണ്ടി അതെ, നിർവഹിച്ച് സുഖമായി, എന്നാലേ എനിക്ക് കാട്ടിൽ പോയിട്ട് സമാധാനമായിരിക്കാൻ പറ്റുള്ളൂ. അതെ, അതെ. നാടുകടത്തൽ കൽപ്പന എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണെന്നാണ് ശ്രീരാമൻ പറയുന്നത്. സുമന്ത്രർക്ക് ദശരഥൻ എന്ത് ആജ്ഞയാണ് നൽകിയത്? വേഗത്തോടെ തേരിന് പുറകെ പോയി പോകാൻ. അതെ, രഥം കൊണ്ട് ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും രഥത്തിൽ കയറ്റി കൊണ്ടുപോകാനാണ് പറഞ്ഞത്. ഇതോടെ നമ്മുടെ ഇന്നത്തെ സെഷൻ അവസാനിക്കുകയാണ്. ആരതി ശാന്തി മന്ത്രം പറഞ്ഞോളൂ കേട്ടോ. സമസ്തലോക സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം സായിരാം. സായിരാം.